നേരത്തെ നേരത്തെ വീഡിയോ പറഞ്ഞതെന്ന് വെച്ചാൽ എന്താണ് OT എന്ന് പറഞ്ഞ് ഗിവൺ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൺസ്ട്രെയിൻ എന്താണെന്ന് പറഞ്ഞു. അപ്പൊ അതില് ആ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു മെത്തേഡാണ് ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയും. ആ ഗ്രാഫിക്കൽ മെത്തേഡിൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് നിങ്ങൾക്ക് സിലബസിലില്ല, എന്നാലും പറയണത് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. മാക്സിമൈസ് 6x1 + 5x2. ഇത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ഇത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. പിന്നെ given x1 + x2 <= 5, 3x1 + 2x2 <= 12, x1, x2 > 0 എന്ന് പറഞ്ഞിട്ട് ഇതെന്ന് പറയുന്നത് കൺസ്ട്രെയിൻസ്. ഇതിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടാണ് ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ ഒരു ഒപ്റ്റിമം സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം ഗ്രാഫിക്കൽ മെത്തേഡിൽ ചെയ്യാന്ന് വെച്ചാൽ ഒരു ഗ്രാഫ് വരച്ചിട്ട് അതിന്റെ ഒപ്റ്റിമം ആയിട്ടുള്ള ഇത് കണ്ടുപിടിക്കുക എന്നാണ് ഗ്രാഫിക്കൽ മെത്തേഡ്. അപ്പൊ അത് ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗിവൺ കൺസ്ട്രെയിൻസിനെ നമ്മൾ ഇൻഇക്വാലിറ്റീസ് മാറ്റി ഇക്വേഷൻ ആക്കും. അപ്പൊ അത് ജസ്റ്റ് അസ്യൂം ചെയ്യണം മാത്രമേ ഉള്ളൂ. x1 + x2 = 5 എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്യും. പിന്നെ ഗ്രാഫിക്കൽ മെത്തേഡിൽ എപ്പോഴും നമ്മുടെ ആ ഒരു ലൈനായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ലീനിയർ ഇക്വേഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് എപ്പോഴും 1 വെക്കും. അതുകൊണ്ട് x1 + x1/5 + x2/5 = 1 എന്ന് പറയും. അപ്പൊ ഇതൊരു ലൈനിന്റെ ഇക്വേഷൻ ആയി. അതേപോലെ തന്നെ അടുത്ത ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 3x1 + 2x2 <= 12 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ 12 ഇങ്ങോട്ട് താഴോട്ട് കൊണ്ടുവരുമ്പോൾ x1/4 എന്നും +x2/6 എന്നും കിട്ടും, =1. അപ്പൊ ഇങ്ങനെ കിട്ടി. ഈ രണ്ട് ലൈനിന്റെ ഇക്വേഷൻ ഉള്ളത്. അപ്പൊ നമുക്കൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് നോക്കാം. എക്സ് ആക്സിസ് y ആക്സിസ്. ഇവിടെ x1 എന്നും ഇവിടെ x2 കൊടുക്കാം. അപ്പൊ ഫസ്റ്റ് ഇക്വേഷനിൽ x1ന്റെ വാല്യൂ വരണമെന്ന് വെച്ചാൽ 5. ഇവിടെ ഒരു 5 എന്ന് കൊടുക്കാം, 5. അപ്പൊ ഈ രണ്ട് ലൈൻ തമ്മിൽ ജോയിൻ ചെയ്യുക. പിന്നെ ഇതിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് x1 + x2 <= 5 ആണ്. അപ്പൊ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ ആ ലൈനിന്റെ ഇത് ഇങ്ങോട്ട് താഴെ വരണം. അതിന് എങ്ങനെ വരും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴത്തുള്ള ഒരു പോയിന്റ് എടുത്ത് ഈ വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഒരു 0 എന്ന് പറയുന്നത് ഈ ലൈനിന്റെ താഴെയാണ്. അപ്പൊ ആ വാല്യൂ എടുത്ത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 0 + 0 <= 5 ആണല്ലോ. അപ്പൊ ഇതിന്റെ റീജിയൻ എന്ന് പറയുന്നത് താഴോട്ടാണ്. അപ്പൊ അടുത്ത ഇക്വേഷൻ എടുക്കുമ്പോൾ x1ന്റെ വാല്യൂ ഒരു 4 ആയിട്ട് വരും. x1ന്റെ വാല്യൂ 4, x2ന്റെ വാല്യൂ 6. അപ്പൊ അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. പിന്നെ ഇത് <= അപ്പൊ ഇവിടെ ഒരു പോയിന്റ് എടുത്ത് കൊടുത്താൽ 0 എന്നുള്ള പോയിന്റ് ഇത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 3x1 3 × 0 + 2 × 0 0 തന്നെ. അപ്പൊ <= 12 ആണല്ലോ. അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ അടിയിലുള്ള ഫംഗ്ഷൻ ആണ്, ഈ റീജിയൻ ആണ് ഫീസിബിൾ റീജിയൻ. ഫീസിബിൾ റീജിയൻ എന്ന് വെച്ചാൽ ഈ നമ്മളുടെ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയനാണ് ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഫീസിബിൾ റീജിയൻ കിട്ടിക്കഴിഞ്ഞു. ഇനി ഫീസിബിൾ റീജിയൻ കിട്ടിയ സ്ഥലത്ത് ഇനി എങ്ങനെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസ് ചെയ്യണം. അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോയിന്റ് കണ്ടുപിടിക്കണം. ഇനി നമ്മൾ ഇത് ഫുള്ളും ഈ ഏരിയ മാർക്ക് ചെയ്തേക്കണ ഏരിയ ഫുള്ളും ഫീസിബിൾ റീജിയൻ ആണ്. അതായത് ഒബ്ജക്റ്റീവ് കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യണതാണ്. പക്ഷെ നമുക്ക് എല്ലാം കൂടെ, അതായത് ഇവിടെ ഇൻഫിനിറ്റി മെനി പോയിന്റ്സ് ഉണ്ട്, എല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യണേന്ന് വെച്ചാൽ ഒരു തിയറി അനുസരിച്ച് ഈ കോർണർ പോയിന്റ്സ് മാത്രം നമ്മൾ എടുക്കും. അതായത് കോർണർ പോയിന്റ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ പോയിന്റ് 0,6, 0,0, 4,0. പിന്നെ ഇവിടെ ഒരു പോയിന്റ് വരുന്നുണ്ട്. അത് ഈ രണ്ട് ലൈനും കൂടെ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ആണ്.
ആ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഈ രണ്ട് ഇക്വേഷനും കൂടെ ഒന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആ പോയിന്റ് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇവിടെ x1 + x2 = 5 നോക്കിയിട്ടുണ്ട്. ഈ ഇക്വേഷന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3x1 + 3x2 = 15 വരും. ഇത് രണ്ട് മൈനസ് ചെയ്ത് കൊടുക്കുമ്പോൾ -x2 = -3 എന്ന് വരും. x2 = 3 എന്ന് വരും. x2 = 3 എന്ന് വരും. അപ്പൊ ഈ ഇക്വേഷൻ എടുത്ത് ഇതിലൊന്ന് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് x1 = 2 എന്ന് വരും. അപ്പൊ ഇവിടുത്തെ ഈ പോയിന്റ് എന്ന് പറയുന്നത് 2,3 ആണ്. ഈ പോയിന്റ് കിട്ടിയ എങ്ങനെയാന്ന് വെച്ചാൽ ഈ രണ്ട് ലൈനിന്റെ ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഈ പോയിന്റ്. അപ്പൊ അത് 2,3 കിട്ടി. ഇനി ഈ കോർണർ പോയിന്റ്സ് കിട്ടിയ സ്ഥലത്ത് നിന്ന് ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഏതാണോ മാക്സിമം അതാണ് നമ്മുടെ ഗിവൺ പോയിന്റ്. ഇതൊന്ന് വായിക്കാം. നമുക്ക് ഓരോരോ പോയിന്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഫസ്റ്റ് 0,0 ഇട്ട് കൊടുക്കുമ്പോൾ 0 കിട്ടും. 0,0 ഇട്ട് കൊടുക്കുമ്പോൾ ആൻസർ 0 എന്ന് കിട്ടും. സെക്കൻഡ് എന്ന് പറയുന്നത് 0,6 ഇട്ട് കൊടുക്കുമ്പോൾ 0 + 0,6 ഇട്ട് കൊടുക്കുമ്പോൾ 0 + 5 × 6 30 = 30 എന്ന് പറഞ്ഞിട്ട്. തേർഡ് എന്ന് പറയുന്നത് 0,4 ഇട്ട് കൊടുക്കുമ്പോൾ 4,0 ഇട്ട് കൊടുക്കുമ്പോൾ 6 × 4 24 + 0 = 24 എന്ന് പറയും. പിന്നെ അടുത്ത ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് 2,3 ഇട്ട് കൊടുക്കുമ്പോൾ 2 × 6 12 + 5 × 3 15 10 + 20 27 കിട്ടും. നേരത്തെ ചെയ്തപ്പോ ഒരു അബദ്ധം പറ്റി വരുന്നത് ഇവിടെ 0,6 അത് ഈ കൺസ്ട്രെയിന്റ് ഫുള്ള് സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ എന്ന് വെച്ചാൽ ഇതാണ്. ഈ റീജിയൻ ഇല്ല. അപ്പൊ ഇത് കോർണർ പോയിന്റ് ആയിട്ട് വരും. 0,5 എന്ന് പറയുന്നത് കോർണർ പോയിന്റ് ആയിട്ട് വരും. അപ്പൊ ഈ 0,5 കോർണർ പോയിന്റ് ആയിട്ട് വരുമ്പോൾ അതെടുത്ത് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് 0,5 ആണ്. അപ്പൊ ഇത് 0,5 ആയിട്ട് വരും. ഇത് 0 + 5 × 5 25 വരും. 25 എന്ന് പറയുമ്പോൾ ആ 4 കോർണർ പോയിന്റ്സും എടുത്തിട്ട് കഴിഞ്ഞു. ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഇട്ട് കഴിഞ്ഞു. അപ്പൊ ഇതിൽ നമുക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമൈസ് ആയതുകൊണ്ട് ഇതിൽ മാക്സിമം വരുന്ന വാല്യൂ ഏതാണ്? 4 27. അതായത് 2,3 എന്ന് പറയുന്ന പോയിന്റ്. ഇതാണ് നമ്മുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ. എന്നിട്ട് 2,3 എന്ന് പറയുന്നതാണ് നമ്മുടെ x1-ന്റെയും x2-ന്റെയും ഒപ്റ്റിമൽ സൊല്യൂഷൻ. അതിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 27.